എടി, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടാകുമോ? ഓ, ഫുഡിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പിശാചിന്. ഒന്ന് മിണ്ടാണ്ടിരിക്കടി. ആദ്യം ആ കയ്യിലുള്ള ബർഗർ കഴിക്കേ. എടി, ഗൗരി പോയിട്ട് കുറച്ചു നേരം ആയില്ലേ? ഇതുവരെ വന്നില്ലല്ലോ. ഓ മൈ ഗോഡ്, വാട്ട് എ ബോഡി! എന്തൊരു സ്ട്രക്ചർ ഇവൾക്ക്! വാവ്! எத்தனை தடவை நான் உங்ககிட்ட சொன்னோம், அது அந்த ஃபங்க்ஷன் முடிச்சதுக்கு அப்புறம் நீ பொக்கோ. ഗൗരി, ഇങ്ങോട്ട് വാടി. ഇന്ന് ഈ കാണിക്കുന്ന തെറ്റ ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്റെ കൈയിട് ആൾക്കാരൊക്കെ നോക്കുന്നു. നീ എന്തിനാടി ഈ സാരി ഇങ്ങനെ ഉടുത്തിരിക്കുന്നത്? സാരി ഉടുക്കുന്നതിനിപ്പോ എന്താ? അതിന് ഈ സാരിക്ക് എന്താ കുഴപ്പം? നീ സാരി ഉടുത്തിരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലല്ലേ? കുഴപ്പം എന്താന്ന് ഞാനിപ്പോ കാണിച്ചു തരാടി. ഇപ്പൊ മനസ്സിലായോ എന്താ കുഴപ്പമെന്ന്? നീ നിனைக்கிற மாதிரி இல்ல காலேஜ் கேம்பஸ். யாரும் ஒரே மாதிரி இல்ல. இப்ப புரியுதா நான் எதுக்காக சொன்னேன்னு? வாயை திறந்து பேசுடி. புரியுதானே என்ன சொல்றேன்னு? മനസ്സിലായി. കുത്താനുള്ളതൊക്കെ കുത്തിയിട്ട് മര്യാദ കാണെങ്കിൽ മാത്രം ഇതുടുത്തിട്ട് പുറത്തിറങ്ങിയ മതി. നീ കാണിച്ചോണ്ട് നടക്കുകയില്ല അവള്. എന്റെ ദൈവമേ, എന്താ ഇപ്പോഴും ഉണ്ടായി? എന്റെ ഹൃദയം എന്താ ഇങ്ങനെ കിടന്നിരിക്കുന്നേ? കുറച്ചു നേരം കൂടി അങ്ങനെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്റെ ദൈവമേ, ഞാൻ ചത്തുപോയനെ. നീ ഇത് എവിടെ പോയേക്കുമായിരുന്നു? എത്ര വട്ടം വിളിച്ചു തന്നെ. അതൊന്നുമില്ല. എന്നാச்சு പ്രോഗ്രാം സെറ്റാച്ചാ? അതൊക്കെ സെറ്റായടാ, നീ വാ.
ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയതാ. എന്റെ പൊന്ന് ഗൗരി, നിന്നെ പെറ്റിട്ടിരിക്കുന്ന ആ ലൈബ്രറിയിലാണോ? ഇന്നെങ്കിലും ഒന്ന് പോവാണ്ടിരിക്കടി അവിടെ. ഇപ്പൊ എന്തായാലും വന്നല്ലോ, വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം. എനിക്ക് വിശക്കുന്നു. ആദ്യം ആ കയ്യിലുള്ളത് തിന്ന് തീർക്ക് പിശാചേ. അതെ വാടി, എനിക്ക് ക്യാൻറ്റീനിൽ പോകണം. ദാഹിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം കുടിക്കണം. ഇവളെന്താ പന്തങ്ങളുടെ പെരിച്ചായ പോലെ നടക്കുന്നു? ആവോ, എന്തോ പറ്റിയിട്ടുണ്ട്. വാ നോക്കാം. എടാ, നിങ്ങൾ അറിഞ്ഞ അവൻ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് കോളേജില്? ആര്? ആ രോഹിതോ? ആടാ, ആ പുന്നാര മോൻ തന്നെ. ശ്രീ, നീ എന്തൊന്നും പറയാത്തെ? ഇനിയൊരു പ്രോബ്ലം ഒന്നും വേണ്ടടാ. അവന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവൻ ഇനി കോളേജിൽ കാലുകുത്തില്ല. എന്താടാ, പിന്നെ അവൻ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ? എന്താടാ ഉണ്ടായേ? പറ ഞങ്ങളോട്. ഇതും ഇല്ലെന്ന് സ്വന്തമല്ല. ഒരു കാര്യം ഇല്ലാണ്ട് നീ ഇങ്ങനെ പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അവൻ വന്നപ്പോ തന്നെ എന്തേലും വിടക്ക് പണി കാണിച്ചു കാണും. അവൻ അങ്ങനത്തെ ഒരു പരനറി. അവൻ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. இனி அவ ஏதாவது மோசமான வேலை செஞ்ச அவ முடிவு ஏன் கையாலதான். ഇവനെന്താടെ എത്രക്ക് ദേഷ്യം വരാൻ കാരണം? ഇനി അവനിവനുമായിട്ട് പിന്നെ എന്തെങ്കിലും വല്ല പ്രശ്നം? ഒരു പ്രശ്നത്തിനൊന്നും സമയം കാണത്തില്ല. ചിലപ്പോ ആ രോഹിത്തിനെ അവൻ കണ്ടു കാണും, അതായിരിക്കും. ഡാ, എന്തോ പ്രോബ്ലം വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ രോഹിത്തിന്റെ സ്വഭാവം നമുക്കറിയാലോ. അവൻ അന്ന് ചെയ്ത ചെറ്റത്തരം ശ്രീ രണ്ടെണ്ണം പിടിച്ച് പൊട്ടിച്ചില്ലേ, അതിന്റെ ഇത് അവൻ എന്തായാലും ഉണ്ടാവും. അവനിനി പുതിയ പണിയായിട്ടായിരിക്കും വരുന്നത്. പറയാൻ പറ്റത്തില്ല, ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. പിന്നെ അതുമാത്രല്ല, അവനിട്ടന്ന് പൊട്ടിച്ചിട്ട് ശ്രീക്ക് സസ്പെൻഷൻ കൊടുത്തില്ലല്ലോ. തെറ്റ് രോഹിത്തിന്റെ ഭാഗത്തായതുകൊണ്ട് പ്രേംസി അങ്ങനെ ചെയ്തില്ല. അതിന്റെയും ചുരുക്കം അവനുണ്ടെന്തായാലും. നോക്കാം അവൻ എവിടെ വരെ കാണിക്കുന്നു. അതെ, അവനായതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ജയിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യുന്ന ഒരു നാറിയ അവൻ എന്താ മനസ്സിൽ കണ്ടേക്കണെന്ന് ആർക്കറിയാം. എന്ത് ഹോട്ട് സ്ട്രക്ചർ അവളെ ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു. ആ കറക്റ്റ് ടൈമിലെ പന്ന റാസ്കൾ അവളെ കൊണ്ടുപോയി. ശ്രീ, നീ അവളെ എത്ര എന്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും ഇനി അതൊന്നും നടക്കില്ല. അവളുടെ ശരീരം എനിക്കുള്ളതാണ്. അകറ്റി ഞാൻ നിൽക്കുന്ന അവളെ നീ നോക്കിയാണോ? എന്നും ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ്സിൽ കയറാണ്ട് ജോലിയായി നടക്കായിരുന്നു. ശരിയാടാ, എന്നും ഇങ്ങനെ പ്രോഗ്രാംസ് വെച്ചാ മതിയായിരുന്നു. ഈ പിശാശില്ലര എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇവക്കിട്ടൊരു പണി കൊടുക്കണം. എന്താ ശ്രീ, ഗൗരി അവിടെ നിൽപ്പുണ്ട്, നീ പോയി സംസാരിക്കുക. എന്നത് ഞാൻ അവക്കിട്ട് പോയി പേസണമാ? എന്നാല മുടിയത്, നീ ഉന്നോട് വേലി പറടാ. ബെസ്റ്റ്. ഗൗരി മാത്രം മനസ്സ് വെച്ചാലേ ഈ പ്ലാൻ വർക്കൗട്ട് ആവത്തില്ല. അതിന് നീ കൂടെ മുൻകൈ എടുക്കണം. ഇവന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഇതൊക്കെ ഞാൻ നമുക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന്. ആ പെണ്ണിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. ശരി, ഞാൻ പോയി സംസാരിക്കാം. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാനൊന്നും പറ്റത്തില്ല. വേണ്ട, ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങളും നിന്റെ കൂടെ വരാം. എന്നിട്ട് അവിടെ ചെന്ന് മാറി നിന്ന് അഭിനയം തുടങ്ങിക്കും. എല്ലായും തലയെഴുത്ത്. ഹായ് സുസമേ, എന്താ ചായ കുടിക്കാൻ വന്നോണോ ക്യാൻറ്റീനി? അല്ല, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാ. ക്യാൻറ്റീൻ എന്തിനാ പിന്നെ എല്ലാരും വരുന്നേ? എന്റെ സൂസമ്മേ, ഇങ്ങനെ ഹോട്ട് ആവല്ലേ. എന്തോന്ന്? നീ ഇങ്ങനെ ചൂടാവല്ലേ എന്ന് പറഞ്ഞതാ.
ശ്രീ, നിങ്ങളത് ചെല്ല്. ഇത് അപ്പുറത്തേക്ക് മാറിയെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോ. ചെല്ലി ചെല്ല്. അവരവിടെ ഇരുന്ന് എന്തേലും സംസാരിക്കട്ടെ. വാ, നമുക്ക് എന്തേലും കനത്തിൽ കഴിക്കാം. വാ പിള്ളേരെ, നിങ്ങളിങ്ങനെ മടിച്ചു നിൽക്കണ്ട. ഇന്ന് ഇവന്റെ ചെലവാ. പട്ടികളെ, ആരോടെ പറഞ്ഞു എന്റെ ചെലവാണെന്ന്? ഇതിനെ അവസരം മുതലാക്കാൻ നോക്കിയാണ്ടല്ലോ. ഓയ്യട പൊട്ട, ആ സൂസന്റെ മുമ്പിൽ ആളാവാൻ കുറച്ചൊരു അവസരം തന്നല്ലേ ഞങ്ങള്. ഏയ്, അവന്മാരെ കണ്ടാ തന്നെ അറിഞ്ഞൂടാ അധികം ഒന്നും കഴിക്കാത്ത ടീംസ് ആണെന്ന്. കൂടിപ്പോയാൽ 2-3 പപ്സ് ഓർഡർ ചെയ്യുമായിരിക്കും. അത്രേ ഉള്ളൂ. വാ. അതെല്ലേ, താങ്ക് യു ഡാലിയ. ഓഹ്, അതും ശരിയാ, ഞാൻ വെറുതെ പേടിച്ചു പോയി. ഇപ്പഴൊന്ന് സമാധാനായ. വാ വാ വാ, എന്താ വേണ്ടെന്ന് വെച്ചാ എന്ത് വേണേലും വാങ്ങിച്ചോ. ഇന്ന് എന്റെ ചെലവാ നിങ്ങൾക്ക്. അയ്യോ, സത്യമായിട്ടും ദൈവമേ, ഈ ചേട്ടന്മാരെന്നും ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാം. വേണ്ട 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 വേണ്ട, ഞാൻ ഓർഡർ ചെയ്തോളാം. ഇന്ന് തന്നെ. എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും മാറി മാറി ഓർഡർ ചെയ്തോ. ഫസ്റ്റ് ഞാൻ എനിക്ക് എന്താ വേണ്ടെന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞു. ചേട്ടാ, 2 പ്ലേറ്റ് ഡിംസും, 3 പ്ലേറ്റ് ഡംപ്ലിങ്സ്, 2 പ്ലേറ്റ് സ്പ്രിംഗ് റോൾസ്, 4 പ്ലേറ്റ് ബോൺടൺസ്, പിന്നെ 3 പ്ലേറ്റ്സ് മാപ്പോ ടോഫു, പിന്നെ 3 അവക്കാഡോ ഷേക്ക്, 2 ചോക്ലേറ്റ് ഷേക്ക്. എനിക്ക് ഇത്ര മതി. ഇതൊക്കെ എന്തോന്നാടാ? സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ലടാ. പക്ഷെ മുഖത്ത് കാണിക്കണ്ട, എല്ലാം മനസ്സിലായ പോലെ ഇരുന്നു. ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ഇതൊക്കെ നമ്മുടെ ക്യാൻറ്റീനിലുണ്ടായിരുന്നോ? നമ്മള് വന്ന വല്ല പപ്സും ചായയിലടാ കഴിക്കുന്നത്. പന്നെ, നീ എന്താടാ പറഞ്ഞത്? അവളന്മാരെ കണ്ടറിഞ്ഞൂടെ അവര് ഫുഡ് അധികം കഴിക്കത്തില്ലെന്നല്ലേ? എന്നിട്ട് എന്താടാ ഇത്? എന്താ പറയാ, തെറ്റെന്റെ ഭാഗത്ത്. ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവളുമാരെന്താടാ വയറ് വാടകയ്ക്ക് എടുത്തോണ്ട് വന്നേക്കുവാണോ? നിങ്ങളെന്താ കഴിക്കുന്നില്ലേ? ഏയ്, ചേട്ടന്മാർക്ക് വയറ് നിറഞ്ഞേ. മക്കള് കഴിച്ചോ? കഴിച്ചിപ്പോ എങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ടോ? എന്തിനാ എന്ത് പറഞ്ഞാലും ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? സത്യമായിട്ടും അറിയാനടിച്ചതാ ഞാൻ. അന്ന് നീ എന്നെ എന്താ വിളിച്ചത്? എന്ത്? അന്ന് ആ ക്ലാസ് റൂമിൽ വെച്ച് നീ എന്നെ എന്ത് നെയ്മാ വിളിച്ചതെന്ന്? இனிமே தேவான்னு சொல்லி என்ன கூப்பிடாத. என் அம்மா மட்டும்தான் அந்த நேம் சொல்லி என்ன கூப்பிடுவேன். வேற யாரும் தேவான்னு சொல்லி கூப்பிடுறது எனக்கு பிடிக்காத விஷயம்தான். புரியுதா நான் என்ன சொல்றேன்னு? ഓ, കാട്ടുമുയല് ഇങ്ങേർക്കൊന്ന് ചിരിച്ച് സംസാരിച്ച് എന്തേനോട് ഒരട. ഇന്നോ ഫുഡ് കഴിക്കേ. എനിക്കൊന്നും വേണ്ട.
നിന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ? ഇനി അവളുമാർ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കത്തില്ല. നീ ഇത് കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഇല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. കഴി മര്യാദ സമയം നമുക്ക് കേൾക്ക മുടിയാതില്ല. ഇത് ഫുള്ളാ സാപ്പിടാമ നീ എന്റെ ഇടത്ത് വിട്ട് പോകവേ മുടിയാത്. കഴിക്കാൻ ഇപ്പൊ നീ എങ്ങനെയാടി ഈ ഫുഡ് മൊത്തം കഴിച്ചത്? ഇനി നീ പൊക്കോ. ആ ചേച്ചി കുറെ നേരം എന്നെ ദേഷ്യത്തോട് നോക്കൂ. ഇനിയും എന്നെ വന്ന് തല്ലോ. நான் இருக்கும்போது உன்னை யாரும் எதுவும் செய்ய மாட்டோம். நீ அவளை நினைச்சு கவலைப்படாத, தைரியமா போ. நான் இருக்கல. நம் காதல் வாழுமே. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ നിന്നത്. നിന്റെ സന്തോഷം അധികം നാൾ ഉണ്ടാവില്ല ഗൗരി.